കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്തതുപോലെ അതിൻ്റെ തന്നെ അനുഭാവികളുടെയും സാധാരണ പ്രവർത്തകരുടെയും ഒക്കെ വലിയ തോതിൽ രോഷമേറ്റുവാങ്ങുന്ന ഒരു നേതൃത്വമാണ് കേരളത്തിൽ BJPക്കുള്ളത്. പലപ്പോഴും നമ്മൾ ചില സർവേകളൊക്കെ എടുത്തു വെച്ചാൽ ഇപ്പോൾ ചില ചാനലുകളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉള്ള സർവേകൾ എടുത്തു വെച്ചാൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർവേകൾ എടുത്തു വെച്ചാൽ അതിനകത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പലപ്പോഴും 31%, 32%, ചില സർവേകളിലൊക്കെ കേരളത്തിൽ പോലും 34% ഒക്കെ വന്നിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ നരേന്ദ്രമോദിയെയും കേന്ദ്ര BJPയും ഒക്കെ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ കേരളത്തിനകത്തുള്ള BJPയുടെ ഒരു സാധാരണ പ്രവർത്തകരോ അനുഭാവികളോ ഒക്കെ തന്നെ കേരളത്തിൻ്റെ നേതൃത്വത്തോട് വലിയ തോതിലുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തുന്നവരാണ്. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും നമുക്കറിയാം, ഒരു വിമത പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ പറയുന്ന സാധാരണ അനുഭാവികളുടെ നിന്നും പ്രവർത്തകരുടെ നിന്നൊക്കെ വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഒന്നാമത്തെ ആൾ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ആ ശോഭാ സുരേന്ദ്രന് നേതൃത്വത്തിൻ്റെ മുമ്പിൽ വലിയ വിലയൊന്നും കിട്ടിയില്ലെങ്കിലും അണികൾ വളരെ ആവേശത്തോടു കൂടി അവരുടെ പിന്നിൽ അണിനിരക്കുന്നത് നമ്മളെപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സന്ദീപ് വാചസ്പതി ആണെങ്കിലും അല്ലെങ്കിൽ PR ശിവശങ്കരനാണെങ്കിലും ഇത്തരത്തിൽ പലപ്പോഴും നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്ന ആളുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു വലിയ ജനസമ്മതി കിട്ടാറുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ഈ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ധാരണ എങ്ങനെയൊക്കെയോ ഇവരുടെ ഉള്ളിൽ ചെന്ന് പതിച്ചിട്ടുണ്ട്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വിമതനായി കരുതപ്പെട്ടിരുന്ന സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെ സ്റ്റാറായി നിന്നുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ BJPയുടെ ഒരു ഔദ്യോഗിക ഹാൻഡിലൊന്നും അല്ലാതെ തന്നെ കാവിപ്പട, കൊടിപ്പട, ഇങ്ങനെ നിരവധി ചാനലുകൾ, പല BJP ചാനലുകളും സംഘപരിവാർ ചാനലുകളും ഒക്കെ തന്നെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളും ഒക്കെ തന്നെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും കേരളത്തിൽ കൃത്യമായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വത്തെ അല്ല, പകരം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സോഷ്യൽ മീഡിയകൾക്കൊക്കെ തന്നെ വലിയ സ്റ്റാറായി നിന്നിരുന്ന, വലിയ തോതിൽ പിന്തുണ കിട്ടിയിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. പലപ്പോഴും സുരേന്ദ്രന് കിട്ടുന്നതിനേക്കാൾ വലിയ പിന്തുണയും വലിയ രീതിയിലുള്ള അനുകൂലിച്ചുള്ള പോസ്റ്റുകളും എല്ലാം തന്നെ കിട്ടിക്കൊണ്ടിരുന്നവർക്കാണ്. പകരം സുരേന്ദ്രനൊക്കെ തന്നെ പലപ്പോഴും എതിർപ്പുകളാണ് ഈ പറയുന്ന അനുഭാവികൾ നടക്കുന്ന പോലും കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം ഇവിടെയുള്ള നേതൃത്വം അത്ര ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്ന തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിന് ശേഷം ഏറ്റവും വലിയ നേട്ടമുണ്ടായത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനാണ്. പ്രത്യേകിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുരേന്ദ്രനാണ്. മുരളീധരനും സുരേന്ദ്രനും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അത് നയിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇതിനെതിരെ ഇടയ്ക്ക് CKP പത്മനാഭൻ പോലും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. നൂറുകണക്കിന് BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ BJP വിട്ട് പുറത്തേക്ക് പോയിരുന്നു. അതെല്ലാം തന്നെ ഈ നേതൃത്വം കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ അടിച്ചമർത്തുന്നു എന്നൊക്കെയുള്ള പല വിമർശനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ, BJPക്ക് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് സുരേന്ദ്രൻ്റെ കാലത്താണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് സമ്മതിക്കാനൊക്കെ ചിലർക്ക് മടിയുണ്ടാവും. പക്ഷേ അദ്ദേഹം പ്രവർത്തിക്കാതെ ഒരു കാരണവശാലും അത്തരത്തിൽ നേട്ടമുണ്ടാവില്ല. ഇപ്പോൾ അദ്ദേഹം 24 ന്യൂസിൽ ഒരു 100 ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാം അദ്ദേഹം BJPയെ നയിക്കാൻ വേണ്ടി അദ്ദേഹം ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേട്ടമുണ്ടായിട്ട് പലപ്പോഴും ആളുകളുടെയൊക്കെ സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. പക്ഷേ സന്ദീപ് വാര്യർ പോയതോടുകൂടി ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഒരുമിച്ച് സംഘപരിവാറിനോട് അനുകൂലിച്ച് നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമുള്ള ഈ പേജുകളൊക്കെ ആണെങ്കിലും അവരെല്ലാം തന്നെ ഒന്നിച്ച് സന്ദീപ് വാര്യർക്ക് എതിരാവുകയും സന്ദീപ് വാര്യരുടെ ചില അതിരുകടന്ന പരാമർശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ RSSനെ അടക്കം അദ്ദേഹം തള്ളിപ്പറഞ്ഞതും നരേന്ദ്രമോദിയെ തള്ളിപ്പറഞ്ഞതും ഒക്കെ അവർക്ക് സഹിക്കാൻ വയ്യാതാവുകയും അവരൊക്കെ തന്നെ ഒന്നായി സുരേന്ദ്രൻ്റെ പിന്നിൽ അണിനിരക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്നാൽ സുരേന്ദ്രനാണെങ്കിൽ അത്ര വലിയ വിമർശനത്തിനൊന്നും പോയില്ല. പകരം അദ്ദേഹം സ്നേഹത്തിൻ്റെ കടയിൽ വലിയ കസേരകൾ കിട്ടട്ടെ എന്ന് കളിയാക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ കളിയാക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ പോലും വലിയ തോതിൽ
കെ സുരേന്ദ്രനുള്ള പിൻബലം കൂടിയിരിക്കുന്നു. കുറേ കൂടി ശക്തനായി കെ സുരേന്ദ്രൻ മാറിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പോലും ഒന്ന് ഭിന്നിച്ച് നിൽക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കണോ വേണ്ടെന്നൊക്കെ ആലോചിച്ച്. പക്ഷെ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ മഹിളാ മോർച്ചയുടെയൊക്കെ നേതൃത്വത്തിലും അതുപോലെ തന്നെ BJPയുടെ നേതൃത്വത്തിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം അവർ കാഴ്ചവെക്കുകയും ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശനത്തിന് പോലും വരികയൊക്കെ ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അടക്കം ഇടഞ്ഞു നിന്നവരെല്ലാം കൂടി ഒന്നിക്കുന്ന ഒരു പ്രവർത്തനമാണ് BJPയിലും RSSലും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. RSS അല്ലെങ്കിൽ തന്നെ ഈ ഇത്രയും നാളും തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ ജയിക്കാൻ കഴിയുമെന്നൊരു ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ജയിച്ചേക്കാം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അതിതീവ്രമായി വളരെ സൂക്ഷ്മമായി മൈക്രോ ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് RSS എന്ന് പറയുന്നത്. അപ്പോൾ RSSൻ്റെ പ്രവർത്തനവും കുറേ കൂടി RSSൻ്റെ അകത്തുള്ള സ്വീകാര്യതയും അടക്കം പിന്നെ കൂടാതെ പൊതുജനങ്ങളുടെ അകത്തും അനുഭാവികളുടെ അകത്തുമുള്ള സ്വീകാര്യത അടക്കം കെ സുരേന്ദ്രന് കൂടിയിരിക്കുന്നു. അതുകൊണ്ട് കെ സുരേന്ദ്രൻ കുറെ കൂടി ശക്തിമാനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് ഈ പോയത് കൊണ്ട് സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സന്ദീപ് വാര്യരെ അടുത്തവണ ഷൊർണൂർ നിൽക്കുമ്പോൾ ചിലപ്പോൾ തോൽപ്പിക്കാൻ ഇവർ ശ്രമിച്ചേക്കും. പക്ഷെ എങ്കിൽ പോലും സന്ദീപ് വാര്യർക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാവും. യഥാർത്ഥത്തിൽ പോയത് കൊണ്ടിട്ടുള്ള വലിയ ഗുണം കെ സുരേന്ദ്രനും C കൃഷ്ണകുമാറിനും ഒക്കെ കിട്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ഗുണം കിട്ടിയത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെയും അതുപോലെ തന്നെ അൺഒഫീഷ്യലായി BJPക്കുള്ള ഇല്ലാത്ത എന്നാൽ പ്രോ സംഘപരിവാറായിട്ടുള്ള പ്രോ BJP ആയിട്ടുള്ള സോഷ്യൽ മീഡിയകളുടെയൊക്കെ ഒരു വലിയ ഇഷ്ടപ്പെട്ട ഒരാളായി കൂടി നമ്മുടെ കെ സുരേന്ദ്രൻ മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ കൃഷ്ണകുമാറിനെ പാലക്കാട് ജയിപ്പിക്കാൻ കൂടി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു നേട്ടമായിരിക്കും കെ സുരേന്ദ്രൻ ഉണ്ടാകാൻ പോവുക എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ അതുകൊണ്ട് സന്ദീപ് വാര്യർ പുറത്തേക്ക് പോയത് യഥാർത്ഥത്തിൽ തുടച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയ ഒരാൾ BJPയിലെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള കെ സുരേന്ദ്രനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ നേട്ടമാണ് സന്ദീപ് പുറത്തു പോയതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്.